നാട്ടിൽ വരുന്നതിന് മുമ്പേ കിങ്ങിണിയുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായ ഒരു കാര്യമാണ് ഹെയർ കട്ട്. നമ്മളെ ഹെയർ വേണ്ടിയിട്ട് ഓൾക്ക് ലോങ് ഹെയർ വേണം, അതുപോലത്തെ ഹെയർ സ്റ്റൈൽ വേണം, അതുപോലത്തെ സിൽക്കിയായി കിടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാശി പിടിക്കലായിരുന്നു. അതുകൊണ്ട് തന്നെ കിങ്ങിണി നാട്ടിലെത്തിയാണ് നമ്മൾ പോയത് കിങ്ങിണിയുടെ ഹെയർ കട്ട് ചെയ്യാനാണ്. സോ വെൽക്കം ടു എൻജോയ് വ്ളോഗ്സ്. ഇന്നൊരു ഹെയർ കട്ടിങ് വീഡിയോ. നമ്മൾ പയ്യന്നൂരിലൊരു ബ്യൂട്ടി പാർലറിലാണ് ഹെയർ കട്ടിന് പോയത്. മുടി വാരാൻ അത്രയും വാശി പിടിക്കുന്നോളാണ് ഇത്ര കൂളായിട്ട് ഹെയർ കഴുകാൻ അവിടെ കിടന്നു കൊടുക്കുന്നത്. ആ മുഖത്തെ എക്സൈറ്റ്മെൻറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം അവൾ എത്രത്തോളം ആഗ്രഹിച്ചിട്ടാണ് ആ ഹെയർ കട്ട് ചെയ്യുന്നതെന്ന്. സോ ഫസ്റ്റ് അവളുടെ മുടിയൊക്കെ നന്നായി വാഷ് ചെയ്തു. പിന്നെ വാഷ് ചെയ്തപ്പോൾ തന്നെ അവൾക്ക് ഒരു ഉറക്കം പിടിച്ച പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെ സീറ്റിലിരുത്തി കട്ട് ചെയ്യുമ്പം തന്നെ തൂങ്ങി പോകുന്നുണ്ടായിരുന്നു. ഫേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം അവൾ ഉറക്കത്തിൻ്റെ അങ്ങേയറ്റത്തെത്തി. എന്നാലും ഞാൻ തോറ്റു കൊടുക്കൂല, എനിക്ക് ഹെയർ കട്ടാണ് വലുത് എന്ന് പറഞ്ഞങ്ങ് പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ചേച്ചീനെ അതൊന്നും ബാധിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മളുടെ ഇതൊക്കെ എത്ര കണ്ടതാണെന്ന് പറഞ്ഞ് വളരെ ഭംഗിയായി തന്നെ ഓരോ പാർട്ടീഷനും ചെയ്ത് കട്ടിങ് നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ നോട്ടമൊക്കെ പോയത് ആ ചേച്ചിയുടെ കയ്യിൽ മൈലാഞ്ചിയിലേക്കായിരുന്നു. ബ്യൂട്ടി പാർലറിലാകുമ്പോൾ ഫ്രീ ആയിട്ട് മൈലാഞ്ചി ഇടാമല്ലോ അല്ലേ. അപ്പോൾ ബ്ലോ ഡ്രൈ എല്ലാം ചെയ്ത് നല്ല മുടുക്കത്തിയായിട്ടുണ്ട്. അവളെ മുഖം കണ്ടാൽ വിചാരിക്കും ഹെയർ കട്ട് ഇഷ്ടപ്പെടാൻ കാണുന്നു. സത്യത്തിൽ അതല്ല, നല്ല ഉറക്കം വന്നിട്ടാണ്. അതുപോലെ ഇടയ്ക്കിടയ്ക്കായി നമ്മൾ എന്തൊക്കെ ഡയലോഗ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നല്ലോണം ചിരിക്കും, പല്ലില്ലാത്ത പല്ല് കാണിട്ട്. അവളെ ഉറക്കം അതിന് സമ്മതിച്ചില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഷോൾഡറിനപ്പുറം മുടി വളരാൻ വിടാത്തപ്പോൾ ഒരാളുടെ റിയാക്ഷൻ എങ്ങനെയാവുമെന്ന് ഇനിയിപ്പം വീട്ടിലെത്തിയാലേ അറിയൂ. എന്തായാലും എനിക്ക് ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.